തിരുമേനി ഇപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് കേട്ടൊരു നമ്മുടെ ശബരിമല തന്ത്രിയുടെ ഒരു വാർത്ത തന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നതാണ്. ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഒരു തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനൊരു സംഭവം വന്നല്ലോ എന്നുള്ളത്. അതൊരു നിമിത്തമായിരിക്കാം, ചിലപ്പോൾ ഒരു കാരണമായിരിക്കാം. അദ്ദേഹത്തിൻ്റെ പദവി വെച്ചിട്ട് നമ്മൾ ദൈവത്തിൻ്റെ ഒരു സ്ഥാനത്ത് കാണുന്ന ഒരാളാണ്. അപ്പോൾ ഈ പ്രോപ്പറായിട്ട് ഉപാസനാക്രമം വിട്ടു പോകുന്നത് കൊണ്ടായിരിക്കുമോ ഇങ്ങനെ സംഭവങ്ങൾ വന്നു ഭവിക്കുന്നത്? സംഭവിക്കാം. കാരണം ഉപാസനാ ബലമാണ് ആചാര്യൻ്റെ ഏറ്റവും വലിയൊരു ബലം. മുമ്പ് പറഞ്ഞതുപോലെ ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം, അതേപോലെ അദ്ദേഹം പറഞ്ഞല്ലോ, അതെ, പലരും പോയിട്ട് അനുഗ്രഹം മേടിക്കുന്നതാണ്. നമുക്കറിയാം, ആത്മീയമായിട്ട് ഉയർന്ന ആൾക്കാരുടെ ഒരു അനുഗ്രഹം മതി. അതെ 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 നമ്മുടെ ബുദ്ധിമുട്ടുകൾക്കോ അതെ വിഷമങ്ങൾക്കോ ഒരു ശമനം ഉണ്ടാവാൻ. ശരിയാ. അങ്ങനെ ആയിരങ്ങൾ കൊടുക്കുന്ന ആളാണ്, ആ ഒരു സ്ഥാനത്താണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ കോടിക്കണക്കിന് ആൾക്കാർ ചെന്ന് നമസ്കരിക്കുന്ന ഒരു ഇടമാണ് ശബരിമല. അതെ. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ആ ഒരു ജാഗ്രത പുലർത്തിക്കൊണ്ടേ നമുക്ക് അവിടെ ആരായാലും, അത് സുപ്രീം പ്രീസ്റ്റായിട്ടുള്ള തന്ത്രി ആയാലും അതിൻ്റെ ഏറ്റവും സേവകനായിട്ട് നിൽക്കുന്ന ആൾക്കാർ ആ പരിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ പെരുമാറേണ്ടത്. അതിൽ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം സർവസ്യ ബുദ്ധിരൂപേണ ജനസ്യ ഹൃദയ സംസ്ഥിതി. ഈ ബുദ്ധി ശരിയാവുക എന്ന് പറഞ്ഞാൽ അത് സാധനയായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു സാധനം അല്ലേ? ഇപ്പൊ ഗായത്രി ദീക്ഷ സ്വീകരിച്ചവർക്കറിയാം, ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണം എന്നാണ്. നമ്മൾ സാധാരണ ചിന്തിക്കാറുണ്ട്, ഈ 10,000-കണക്കിന് മന്ത്രങ്ങളിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കൺസെപ്റ്റിലുള്ള മന്ത്രം തിരഞ്ഞെടുത്തത്, ഗായത്രി മന്ത്രം, ഗായത്രി ദീക്ഷയ്ക്ക്? ഈ ബുദ്ധിയെ പ്രചോദിപ്പിക്കണം, ബുദ്ധിയുടെ സ്വഭാവത്തെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞവരായിരുന്നു. അപ്പോൾ ബുദ്ധി പ്രകാശിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ സാധന കൃത്യമാവും. സാധന കൃത്യമാകുമ്പോൾ നമ്മുടെ വഴികൾ മുന്നോട്ട് പോകുന്ന, അല്ലേ, നിശ്ചയാത്മിക ബുദ്ധി എന്നാണ് പറയുക, സാധാരണ പറയാറുണ്ട്. ഒരു കാര്യത്തിന് ഇന്നതാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ബോധ്യം, ആ ബോധ്യം വരുത്തുന്നതാണ് നമ്മുടെ സാധന ബുദ്ധി. ആ സാധനയിലൂടെ ആ ബുദ്ധി പ്രകാശിക്കും. ഇപ്പം നമ്മൾ ഏറ്റവും മുമ്പ് പറഞ്ഞ പോലെ എത്രയോ തിരക്കുള്ളൊരു സ്ഥലമാണ് ശബരിമല. അതെ. അവിടെ നമുക്ക് അയ്യപ്പന്മാർ നിരന്തരമായിട്ട് ശരണം വിളിക്കുന്ന ഊർജം, ഒരു ഊർജ പ്രവാഹം ആ അന്തരീക്ഷത്തിൽ ഉണ്ട്. ഒരാളെങ്കിലും മറ്റൊരാൾ ജപിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിങ്ങനൊരു തുടർപ്രക്രിയയാണ്. അപ്പോൾ ആ ഒരു എനർജി സ്ഥലത്തിരുന്ന് ഈ വരുന്നവർക്ക് മുഴുവൻ ശാന്തി പകരാൻ പാകത്തിന് ഊർജം കൊടുക്കണമെങ്കിൽ ആ ആചാര്യന്മാർക്ക് അത്ര സാധന വേണം. ഇപ്പം നമ്മൾ പറയാറുണ്ട്, സാധാരണ നമുക്ക് പരിചയമുള്ള പല മേശാന്തിമാരും ഒക്കെ ഉണ്ട്, ഈ 5 ദിവസം കഴിഞ്ഞാൽ പിന്നെ നട അടയ്ക്കുകയാണ്. ശരിയാ. പിന്നെ ഈ തിരക്കുകളൊന്നുമില്ല. അതെ അതെ. കുറച്ച് ആൾക്കാരില്ലേ ഉണ്ട് ഇവിടെ, കുറച്ച് ദേവസ്വം സ്റ്റാഫും ഉണ്ടാവും, വനപാലകരുണ്ടാവും, പിന്നെ ഈ മേശാന്തി വീശ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. സിദ്ധ പരമ്പരയുടെ മണ്ണാണ് അല്ലേ? അത്രയും പവർഫുള്ളായിട്ടുള്ള മന്ത്രങ്ങൾ ജപിച്ച് അത്രയും ചൈതന്യമായ പ്ലേസിലാണ് നമ്മളെല്ലാവരും എത്തിപ്പെടുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു സാധകനേക്കാളും എത്രയോ ഇരട്ടി ശക്തി സ്വാംശീകരിച്ച ഒരാളായിരിക്കണം തന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ തന്ത്രിയുടെ ജപം മുടങ്ങുമ്പോഴാണ് തിരുമേനി പറഞ്ഞ പോലെ ബുദ്ധിക്ക് ഇത് സംഭവിക്കുകയും വഴി അടയുകയും ചെയ്യും. നമ്മൾ ചില അമ്പലങ്ങളിൽ പോകുമ്പോൾ തിരുമേനി, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ആ അമ്പലത്തിൻ്റെ മൂലമന്ത്രം അറിയാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും. സാധാരണപ്പെട്ടവർ ചിലപ്പോൾ അറിയുമെന്ന് അറിയില്ല. ഇപ്പോൾ ആ തന്ത്രിയുമായിട്ടോ അല്ലെങ്കിൽ പൂജാരിയോട്ടോ സംസാരിച്ചിട്ട് അമ്പലത്തിൻ്റെ ആ ദേവിയുടെയോ ദേവൻ്റെയോ മൂലമന്ത്രം അറിയാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പക്ഷേ ചില അമ്പലങ്ങളിൽ അവിടുത്തെ പൂജ ചെയ്യുന്ന പൂജാരിക്ക് പോലും അവിടുത്തെ മൂലമന്ത്രം അറിയുന്നുണ്ടാവില്ല. അത് ചിലപ്പോൾ ഈ തന്ത്രി പറഞ്ഞു കൊടുക്കാത്തത് ചിലപ്പോൾ ഈഗോ കാരണം കൊണ്ടാണോ? അത് എൻ്റെ അഭിപ്രായത്തിൽ അത് ലുപ്തപ്രായമായപ്പോൾ നമ്മൾ ചില ആചാരങ്ങൾ എന്താ പറയുക, ഇല്ലാണ്ടായി പോവാന്ന് പറയില്ലേ കാലക്രമത്തിൽ. അങ്ങനെപ്പെട്ട ഒരു സാധനമാണത്. വാസ്തവത്തിൽ ഇത് ശാസ്ത്രഗ്രന്ഥങ്ങളിലൊക്കെ പരാമർശമുള്ളതാണ്. ഇപ്പം എങ്ങനെയാണ് ഒരു ഗുരു ശിഷ്യന് സാധന സമയത്ത് ദീക്ഷാകലശം ആടുന്നത്? ദീക്ഷാകലശം സാധന വിഷയങ്ങൾ പരിചയമുള്ളവർക്ക് എളുപ്പം മനസ്സിലാവും. ആ ഗുരുപരമ്പരയിൽ പെട്ട് കഴിഞ്ഞാൽ സാധന പലതരത്തിലുള്ള മന്ത്രദീക്ഷകളുണ്ട്. അതിൽ ഒരു ദീക്ഷാവിധി എന്ന് പറയുന്നത് കലശം പൂജിച്ച് ആടുക എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്താണ് ആ മൂലമന്ത്രത്തിൻ്റെ ഊർജ്ജം നിറഞ്ഞിട്ടുള്ള, ചൈതന്യം നിറഞ്ഞിട്ടുള്ള കലശം ആടുകയും ആ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് സത്യം പറഞ്ഞ എല്ലാ ക്ഷേത്രങ്ങളിലും വേണ്ടതാണ്. അതായത് ഒരു മേൽശാന്തി അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ അടുത്ത പുതിയൊരു മേൽശാന്തിയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും വേണം. അപ്പോൾ കാരാഴ്മ പോലെ
ചില പ്രത്യേക കുടുംബങ്ങൾക്ക് ചില അവകാശങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. അത് ഒരു പരമ്പരയായിട്ട് ഒരേ കുടുംബത്തിന് അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെ അത്രയും പ്രശ്നം ഉണ്ടാവില്ല. അവിടുത്തെ ദേവൻ്റെ സാധനാക്രമം എന്ന് വേണമെങ്കിൽ പറയാം. നിത്യപൂജയെ നമുക്ക് ദേവൻ്റെ സാധനാക്രമം എന്ന് പറയാം. ശരിയാ ശരിയാ. അപ്പോൾ നമ്മൾ ഗുരു എങ്ങനെയാണോ ഒരു ശിഷ്യന് ഉപദേശം കൊടുത്ത് അല്ലെങ്കിൽ ദീക്ഷാകലശം ആടുന്നത് പോലെ ആടി ആ ഉപദേശക്രമം ഉപദേശിക്കുന്നത് പോലെയാണ് ഒരു പ്രതിഷ്ഠാ സമയത്ത് ആ ചൈതന്യ കലശം ആടിക്കഴിഞ്ഞാൽ ആ ദേവൻ ഒരു ശിഷ്യഭാവത്തിലാണ്. ഇപ്പം നമ്മൾ സാധാരണ പറയാറുണ്ട്, ഈ കേരളീയ സമ്പ്രദായത്തിൽ പല ആൾക്കാരുടെ ഇടയിലുണ്ട്, പ്രത്യേകിച്ച് ബ്രാഹ്മിൻസിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്, ഈ യജ്ഞോപവീതം പൂണൂൽധാരണം കൊടുക്കുന്ന സമയത്ത് അത് ചെയ്യുന്നത് അച്ഛനാണ്. ശരിയാ. പിതാവാണ് കൊടുക്കുന്നത്. അതേ പിതാവ് തന്നെയാണ് മന്ത്രവും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് കർത്തൃത്വം ആ പിതാവിന് വരും. ഒന്ന് പിതാവുമാണ്, ഗുരുവുമാണ്. ഇതേപോലെ ക്ഷേത്രത്തിലെ തന്ത്രിയും പിതാവുമാണ്, ഗുരുവുമാവും. അപ്പോൾ കൃത്യമായിട്ട് ആ സാധനാക്രമത്തെ പരിപാലിക്കേണ്ടത് ഈ തന്ത്രി തന്നെയാണ്. പറഞ്ഞു കൊടുക്കേണ്ടത് തന്ത്രിയാണ്. അവിടുത്തെ ദൈനംദിന ക്രമങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് തന്ത്രിയാണ്. കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നോക്കുന്നത് തന്ത്രിയാണ്. അപ്പോൾ ഇതിനെല്ലാം അടിസ്ഥാനപരമായിട്ട് ഇത് മുന്നോട്ട് കൃത്യമായി കൊണ്ടുപോകണമെങ്കിൽ ശാസ്ത്രത്തിനോടുള്ള ഭക്തി, നമ്മൾ പറയാറുണ്ട് സാധാരണ, ശ്രദ്ധാഭക്തി പവിത്രതോപഹരണൈഹി. ദേവനെ സമർപ്പിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന് ശ്രദ്ധയും വേണം, ഭക്തിയും വേണം. അതെ. ഈ ശ്രദ്ധ എന്തിനാന്ന് വെച്ചാൽ ശാസ്ത്രത്തിൽ ഇതാണോ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയണം. ഇപ്പം ഇന്ന പുഷ്പം കൊണ്ട് പൂജ കഴിക്കാം. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞു, സഗുണോപാസന എന്നുള്ളത് മനസ്സിൽ വെച്ചിട്ട് വേണം. അല്ലെങ്കിൽ ഏത് പുഷ്പം കൊണ്ട് കഴിച്ചാൽ എന്താ കുഴപ്പം, ഏത് നിവേദ്യം നിവേദിച്ചാൽ എന്താ കുഴപ്പം. ശരി. ഈ കുളിക്കുകയോ കുളിക്കാതിരിക്കുകയോ ചെയ്താൽ എന്താ കുഴപ്പം. പക്ഷേ ഇത് സഗുണോപാസനയുടെ ഭാഗമാകുമ്പോൾ അതിനകത്ത് പറഞ്ഞ നിയമങ്ങൾ, ശാസ്ത്ര നിയമങ്ങൾ കൃത്യമാണോ നോക്കി. ഇപ്പം നമ്മളൊരു കുറച്ച് പുഷ്പം അർപ്പിക്കുകയാണ്, ഒരു മുടി കുരുങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു നഖത്തിൻ്റെ കഷ്ണം വീണുപോയി, ഇങ്ങനെയൊക്കെ വന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ സമർപ്പിക്കാനുള്ള ഒരു ഉപദേശമാണ് ശ്രദ്ധ. പിന്നെ വെറുതെ ഒരു അർച്ചിക്കലായപ്പോൾ അതിൽ ഭക്തിയും കൂടെ ചേരണം, അപ്പോഴേ അത് സമ്പൂർണ്ണമാവുള്ളൂ. ഇപ്പോൾ ശാസ്ത്രം അത് രണ്ടും കൂടി ചേർത്താണ് പറഞ്ഞത്. ശ്രദ്ധയും വേണം, ഭക്തിയും വേണം. ഭക്തി മാത്രമായാലും പോരാട്ടോ, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഭക്തി പലപ്പോഴും ഈ ശാസ്ത്രത്തെ ദുഷിപ്പിക്കുന്നുണ്ട്. ഭക്തിയല്ല ദുഷിപ്പിക്കുന്നത്, ഭക്തി എന്ന് നമ്മൾ വിചാരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം ദേവനറിയാം, ഒന്നുമില്ല എന്നറിയാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. പൂജ, ഇപ്പം ഇങ്ങനെ ചെയ്താൽ മതി എന്ന് നമ്മളങ്ങോട്ട് തിരിഞ്ഞ് പോവില്ല. ദേവനെല്ലാം അറിയാം. നമ്മുടെ മടി മൂലം അതിനെല്ലാം നമ്മൾ പോളിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കാവും ചിലപ്പോൾ ഭക്തി. ശരി. അപ്പം അതുകൊണ്ട് രണ്ടും വേണം. ശരിയായ യഥാർത്ഥത്തിലുള്ള ഭക്തിയും വേണം, ശ്രദ്ധയും കൂടി ചേർന്ന് വേണം ദേവാരാധന ചെയ്യാൻ. അത് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഒത്തുചേരേണ്ട, അല്ലെങ്കിൽ നിഷ്കർഷ പുലർത്തേണ്ട ആളാണ് തന്ത്രി. കാരണം ആഗമശാസ്ത്രങ്ങളൊക്കെ എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ച് ആ ശാസ്ത്രോക്തമായ രീതിയിലാണല്ലോ അദ്ദേഹത്തിൻ്റെ ദൈനംദിന കർമ്മങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ സ്വാഭാവികമാണ്, മുമ്പ് ചോദിച്ച പോലെ അത്തരം കാര്യത്തിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ നമുക്കൊക്കെ വിഷമം വരും. ആ ഒരു ശരിയാ സ്ഥാനത്തിരിക്കുന്ന ആൾ പുലർത്തേണ്ട ജാഗ്രത. ഇപ്പം നമ്മുടെ പല മാനങ്ങളുണ്ടാവും ചിലപ്പോൾ അതിന്, നമുക്കറിയില്ല. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് അവിടുത്തെ വാജിവാഹനം വിഷയം. വാജിവാഹനം എന്നുള്ളത്, വാജി എന്ന് പറഞ്ഞ കുതിരയാണ്. കുതിര ആണ് വാഹനമായിട്ട് ആ കൊടിമരത്തിൻ്റെ മുകളിലുള്ളത്. ഇത് ആർക്ക് വേണം എന്നുള്ളതിനെക്കുറിച്ച് വലിയൊരു തർക്കം. ഇത് പുതുതായിട്ടുള്ളൊരു വിഷയമല്ല. തന്ത്രിക്ക് ഉപയോഗിക്കാം എന്നുള്ളത് വ്യക്തമായി ശാസ്ത്രത്തിലുള്ളതാണ്. ലൗഹം ജേൽ ഗുരവേ സമർപ്പയതു എന്ന് കൃത്യമായിട്ട് ശാസ്ത്ര നിർദ്ദേശമുള്ള കാര്യമാണ്. അപ്പം മരമാണെങ്കിൽ ദഹിപ്പിക്കണമെന്നും ശിലയാണെങ്കിൽ ഒഴുകിക്കളയണമെന്നും, അത് ലോഹമാണെങ്കിൽ ഇന്നത് ചെയ്യണം. അത് ഗുരു എന്ന് വെച്ചാൽ തന്ത്രി. തന്ത്രിക്ക് ആ യജമാനൻ സമർപ്പിക്കേണ്ടതാണത് എന്ന് ശാസ്ത്ര നിർദ്ദേശമുള്ള കാര്യമാണ്. അതിൽ നമുക്കൊരു തർക്കിക്കേണ്ട വിഷയമേ അല്ല. അപ്പോൾ ഇവിടെ യജമാനൻ എന്ന് പറഞ്ഞാൽ ഈ ധ്വജപ്രതിഷ്ഠ അല്ലെങ്കിൽ ക്ഷേത്രകർമ്മം ചെയ്യുന്ന യജ്ഞം അതിന് നടത്തിക്കുന്ന ആളാണ് യജമാനൻ. ഇവിടെ യജമാനൻ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ്, മറ്റേത് തന്ത്രിയാണ്. ഗുരു എന്ന് പറഞ്ഞ തന്ത്രിയാണ്. ഇവിടെ വ്യക്തമാണ് കാര്യങ്ങൾ. അതൊരു തർക്കത്തിൻ്റെ ആവശ്യമില്ല ശരിക്കും. പിന്നെ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് അദ്ദേഹം അതിന് മുമ്പ് തന്നെ തൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞതാണ്. അത് നമ്മൾ പിടിച്ചെടുത്തു. ഇത് എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നൊരു സാധനം ഞാൻ പിടിച്ചെടുക്കണം. അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ആവശ്യമില്ലാത്തൊരു വിവാദമായി പോയി. ഇത് നിർഭാഗ്യവശാൽ അങ്ങനെയായി.
അതൊരിക്കലും അങ്ങനെ സംഭവിക്കേണ്ടതല്ല. പിന്നെ സാധാരണക്കാർക്ക് ഇതാണ് പറഞ്ഞത്, സാധാരണക്കാർക്ക് ഇതിനെക്കുറിച്ച് ഒരു നല്ല രീതിയിലുള്ള ധാരണയില്ല. സ്വാഭാവികമായിട്ട് അതിൽ കുറ്റം പറയാനില്ല, കാരണം ഇതിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്കിപ്പോൾ ഇവിടെ വന്ന് സ്വിച്ച് ഇടുന്നു, ലൈറ്റ് കാണുന്നു, അത്രയല്ലേ വേണ്ടൂ. ഇതിൻ്റെ വൈദ്യുതി പ്രവാഹത്തിൻ്റെ കുറിച്ചൊക്കെ അറിയേണ്ട ആവശ്യം ഒന്നും കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. സാധാരണ ഭക്തൻ അതാണ്. ക്ഷേത്രത്തിൽ പോകുന്നു, മുമ്പ് പറഞ്ഞ പോലെ എനിക്കൊരു സങ്കടം വരുന്നു, എൻ്റെ വിവാഹം നടന്നില്ല, അല്ലെങ്കിൽ സന്താനങ്ങളില്ല, ഒരു വീടായിട്ടില്ല, ജോലി വന്നിട്ടില്ല, മഹാരോഗം, ഇതിനൊക്കെ ഒരു ശമനം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുന്നത്. ഒരുപാട് ആൾക്കാർക്ക് അനുഭവം വരുന്നു. ശബരിമലയെ പോലെ കാലില്ലാത്തവർ ഇഴഞ്ഞു കയറുന്നൊരു സ്ഥലമാണ് അവിടെ, കാരണം അതിൻ്റെ അത്രയും അനുഭവങ്ങൾ ആൾക്കാർക്കുണ്ട്. പക്ഷെ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് സുപ്രീം പ്രീസ്റ്റായിട്ടിരിക്കുന്ന തന്ത്രിക്ക് സാധനാബലം വേണം. അതേപോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അത്രയും ഉയർന്ന ഒരു, ഇപ്പം പറഞ്ഞ പോലെ ദേവന് തുല്യമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചില അധികാരാവകാശങ്ങൾ സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് എടുക്കാമെന്നുള്ള ശാസ്ത്ര നിർദ്ദേശം കൃത്യമായിട്ടുള്ള കാര്യമായിരുന്നു. അത് ഒരു വലിയ തരത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന് പല മാനങ്ങളുണ്ടെന്ന് പറഞ്ഞത്. ശരി, പല തലങ്ങൾ വരുന്നത്. അതായത് പല ആൾക്കാരും, ഇപ്പോൾ അതിലെ രാഷ്ട്രീയക്കാരുണ്ടാവും, സാംസ്കാരിക നായകന്മാരുണ്ട്, ആത്മീയ പരിവേഷമുള്ളവർ പോലും പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടാണ് പറയുന്നത്. ശരി, മീഡിയാസ് സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ട, വിശ്വാസി എന്നുള്ള നിലയ്ക്ക്, ഇപ്പോൾ ഞാനൊരു വിശ്വാസിയാണെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഇത് മുഖവിലേക്ക് എടുക്കാതെ കൃത്യമായിട്ട് ഇത് പഠിക്കാൻ ശ്രമിക്കുക. എന്താണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്? നമ്മൾ ആരുടെയും ഭാഗത്ത് നിൽക്കണ്ട, ശാസ്ത്രത്തിൻ്റെ ഭാഗത്ത് നിൽക്കുക, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള സത്യത്തിൻ്റെ പുറകെ നിൽക്കുക. അത് കഴിയുമ്പോൾ കാര്യങ്ങൾ വരും, തെളിഞ്ഞു വരും. അതാണ് നമുക്ക് വേണ്ടത്. സ്വാഭാവികമായിട്ടും നമ്മളിപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആശ്വാസ്യകരമല്ല. അത് ശരിയായിട്ടുള്ളൊരു ഇതിൽ വരട്ടെ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. അതെ, എന്തായാലും സന്തോഷം. കാരണം ഇതൊരു വലിയൊരു പാഠമാണ്. 2026 എല്ലാവരെയും ഒരു വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കേട്ട് വളരെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ഒരു ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് ആൾക്ക് കിട്ടിയൊരു തിരിച്ചടി പോലെ നമ്മൾക്ക് വലിയൊരു പാഠമായി കിട്ടി. അത് ഇനി ഒരു തന്ത്രിക്കോ അല്ലെങ്കിൽ ഒരു പൂജാരിക്കോ ഒരു സംഭവങ്ങൾ വരാതിരിക്കാൻ അവരുടെ ജപവും ധ്യാനവും അല്ലെങ്കിൽ അവരുടെ ഉപാസനയും വളരെ പ്രോപ്പറായിട്ട് പോട്ടെ. അങ്ങനെ പോവുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും പോറ്റി പറഞ്ഞതുപോലെ അവരുടെ ബുദ്ധിക്ക് പൂർണ്ണമായിട്ട് വികാസം വരികയും ഒരു തടസ്സങ്ങൾ വരാതെ മുന്നോട്ട് നമ്മുടെ ഉപാസനാമൂർത്തി നമ്മളെ വഴി കാണിക്കുകയും ചെയ്യും. നന്ദി, നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.